ശാലോം ടെലിവിഷനിലൂടെ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് തുടർച്ചയായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഡെയിലി മിറർ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. നമ്മളുടെ ഈ എപ്പിസോഡുകളിലൂടെ ദൈവത്തിൻ്റെ വചനവും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഉള്ള ചില പരിചിന്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അതുതന്നെയാണ് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യമാണ്. അതിപ്രകാരമാണ്: നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. ഏത് സാഹചര്യത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ താനാകുന്ന ജീവിക്കുന്ന സ്വർഗത്തിൽ നിറങ്ങിയ അപ്പത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും, അവൻ മരിച്ചാലും ജീവിക്കും എന്നൊക്കെ പറയുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവനിതെങ്ങനെ പറയാൻ കഴിയും? ഇവനെ നമ്മൾ അറിയുമല്ലോ, ഇവൻ നമ്മുടെ ഇടയിലുള്ള യൂസേപ്പ് എന്ന് പറയുന്ന ആശാരിയുടെ മകനല്ലേ. അപ്പോഴാണ് ഈശോ പറയുന്നത്, നിങ്ങൾ പിറുപിറുക്കേണ്ടതില്ല. എൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട് ആർക്കാണ് കഴിയുക? എൻ്റെ പിതാവ്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അതിന് മുമ്പൊരു വാചകത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്. 37-ാം വാചകം ഇതാണ്: പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. ഇവിടുത്തെ ചോദ്യം ഇതാണ്: പിതാവ് ആണ് വാസ്തവത്തിൽ നമ്മളെല്ലാം ഈശോയ്ക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ നൽകപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ഈശോയുടെ അടുത്ത് ചെല്ലുമെന്നാണ് ഈശോ പറയുന്നത്. അങ്ങനെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കർത്താവ് നമ്മളെ ആരെയും നിർബന്ധിച്ച് ഈ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനല്ല വന്നത്. കർത്താവ് ആരെയും നിർബന്ധിച്ച് തൻ്റെ ശിഷ്യരാക്കുവാനല്ല വന്നത്. നേരെ മറിച്ച് 2 വ്യവസ്ഥകൾ: ഒന്ന്, പിതാവ് എനിക്ക് നൽകിയവർ; 2, പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർ, പിതാവിനാൽ അയക്കപ്പെട്ടവർ. ആ പിതാവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് അങ്ങനെ ആകർഷിക്കപ്പെടാനും അയക്കപ്പെടാനുമൊക്കെയുള്ള ആദ്യത്തെ വ്യവസ്ഥ. അപ്പനെ നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ഇത് വേറൊരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് പലപ്പോഴും ശാസ്ത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനപ്പുറത്തൊന്നുമില്ല. മതങ്ങൾ മുഴുവൻ മിത്തുകളാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ മതം. അവർക്ക് ത്രിത്വമുണ്ട്, 3 ആളുകളുണ്ട്. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മനുഷ്യനുണ്ടായത് വെള്ളത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ കുരങ്ങിൽ നിന്നാണ്. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ബൈബിളിൽ വേറെയാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഈ പിതാവിനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പലരും ഇന്ന്. നമ്മൾ ഓർക്കേണ്ടത്, ഈ പിതാവ് ആരെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു അഭിമാനബോധമൊക്കെ തോന്നുകയുള്ളൂ. എൻ്റെ കുടുംബത്തിൻ്റെ ആരംഭം എൻ്റെ പിതാവ്, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ ആരാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ അതിലെനിക്ക് അഭിമാനബോധം തോന്നണം. എൻ്റെ പിതാവ് ദൈവമാണ്, എന്നെ ദൈവമാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നുള്ള ആ ഒരു അവബോധം നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ
അതിനനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. പിതാവ് നൽകുന്നവരാണ് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവർ. ആ പിതാവ് നൽകുക എന്ന് പറയുമ്പോൾ പിതാവിനെ തിരിച്ചറിഞ്ഞ് പിതാവിൻ്റെ കൂടെ ആയിരിക്കുന്നവരെ അങ്ങോട്ട് അയക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ധൂർത്തപുത്രൻ്റെ കഥ നമുക്കറിയാം. ധൂർത്തപുത്രൻ അപ്പനെ തിരിച്ചറിഞ്ഞിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ എങ്കിലും അവൻ ഒരു പരിധിവരെ അപ്പനെ തിരസ്കരിച്ചു. അപ്പൻ്റെ വാക്കുകൾ അനുസരിച്ചില്ല, അപ്പൻ്റെ കൂടെ ജീവിച്ചില്ല. പകരം അവൻ മറ്റാരുടെയോ വാക്കുകൾ വിശ്വസിച്ച് ദൂരേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൂരേക്ക് പോകുന്ന ആ മനുഷ്യനെ എങ്ങനെ രക്ഷിക്കാനായിട്ട് അപ്പന് കഴിയും? ഇവിടെ കർത്താവ് പറയുന്നതാണ്, അതുകൊണ്ട് എൻ്റെ പിതാവ് അയക്കണം നിങ്ങളെ. നിങ്ങൾ ആ പിതാവിനെ തിരിച്ചറിയുകയും ആ പിതാവിനോടൊപ്പം ആയിരിക്കുകയും ചെയ്യുമ്പോഴേ നിങ്ങളെ അയക്കുവാനായിട്ട് പിതാവിന് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ പറഞ്ഞു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിക്കുക എന്ന് പറഞ്ഞ അർത്ഥം, ഞാൻ എൻ്റെ പിതാവിനാൽ അല്ലെ ദൈവത്താൽ ആകർഷിതനായ പിതാവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് കർത്താവിലേക്ക്, ഈശോയിലേക്ക് ചെന്നെത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അടിസ്ഥാനപരമായിട്ട് ക്രിസ്ത്യാനിയാകണമെങ്കിൽ, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണമെങ്കിൽ ചില പ്രാഥമിക വ്യവസ്ഥകളുണ്ട്. അതിലൊന്നാണ് ദൈവവിശ്വാസി ആയിരിക്കുക എന്നുള്ളത്. ദൈവമാണ് നമ്മുടെ എല്ലാം സൃഷ്ടാവ് എന്ന് വിശ്വസിക്കുക അതിൽ പ്രധാനപ്പെട്ടതാണ്. അടിത്തറയില്ലാതെ നമുക്ക് മിശിഹായിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ പിതാവ് ആകർഷിക്കണമെങ്കിൽ പിതാവിനെ നമ്മൾ തിരിച്ചറിയണം, അത് വിശ്വസിക്കണം നമ്മൾ. എങ്കിലേ നമ്മൾ കർത്താവിലേക്ക്, മകനിലേക്ക്, പുത്രനിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെയുള്ളവരെ മാത്രമേ കർത്താവിന് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ വലിയൊരു അന്വേഷണ ബുദ്ധി നമുക്കുണ്ടാകണം. നിർഭാഗ്യവശാൽ നമ്മളുടെ ക്രൈസ്തവ സമൂഹത്തിൽ ഈ അന്വേഷണ ബുദ്ധി വളരെയധികം കുറഞ്ഞു പോയി എന്നുള്ളതാണ്. പരമ്പരാഗതമായിട്ട് നമ്മളിങ്ങനെ ജ്ഞാനസ്നാനമൊക്കെ സ്വീകരിച്ചു, കുറേ അനുഷ്ഠാനങ്ങൾ നമുക്കുണ്ട്, പള്ളിയിൽ പോകുന്ന ഒരു കാര്യമുണ്ട്, അതങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു അന്വേഷണ ബുദ്ധിയോടുകൂടി എൻ്റെ പിതാവ് ഇത് തന്നെയാണോ എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? അറിയേണ്ടതാണ്. ദൈവത്തെ നിഷേധിക്കുന്നതിലൂടെ ആ പിതാവിനെ നിഷേധിക്കുകയായിരിക്കും ചെയ്യുക. നമുക്കറിയാം, ഈ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ളവരിൽ ചിലർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. കേവലം ഒരു സോഷ്യൽ വർക്കായിട്ട് ഇതിനെ കാണുന്നവരുണ്ട്. അല്ലെങ്കിൽ ജെറൂസലം ദേവാലയത്തിൽ നിന്ന് ചാട്ടവാറെടുത്ത് കച്ചവടക്കാരെയൊക്കെ അടിച്ചു പുറത്താക്കി യേശുവിനെ പോലെ ഈ ലോകത്തിലുള്ള അനീതി പ്രവർത്തിക്കുന്നവരെയെല്ലാം അടിച്ചു പുറത്താക്കി കൊന്നു വെടിപ്പാക്കുക എന്നുള്ള ആ ഒരു ദൗത്യമാണ് എൻ്റെ ദൗത്യം എന്ന് ചിന്തിച്ച് വശാകുന്ന ധാരാളം പേര് ഇന്ന് ക്രൈസ്തവ സഭയിലുണ്ട്. അതിൻ്റെ എല്ലാം ആ ഒരു പ്രത്യാഘാതമായിട്ടാണ് നമ്മളിന്ന് കാണുന്ന അസ്വസ്ഥതകളൊക്കെ സഭയിലുണ്ടാകുന്നത്. നേരെ മറിച്ച് ആ പിതാവിനെക്കുറിച്ച് നമ്മൾ ഓർക്കുക, പിതാവ് അയച്ച പുത്രനെക്കുറിച്ച് ഓർക്കുക. ആ പുത്രൻ്റെ സാദൃശ്യത്തിലാണ് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരേണ്ടവരാണ്. ആ പുത്രൻ ഈ ലോകത്തിൽ വന്നത് നമുക്കൊരു മാതൃക കാണിച്ചു തരാനാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ രീതിയിലാണ് നിങ്ങൾ പുത്രരായിരിക്കേണ്ടത്. അങ്ങനെ ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ആ പിതാവിൻ്റെ മക്കളായിരിക്കാൻ കഴിയുകയുള്ളൂ. ആ പിതാവിനെ പോലെ പിതാവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പിതാവിനെ തിരിച്ചറിയുക, ദൈവത്തെ തിരിച്ചറിയുക, അതിൽ ഉറച്ചു വിശ്വസിക്കുക വളരെ ആവശ്യമാണ്. ഇനി ഈ പുത്രനിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പിതാവ് നമ്മൾക്ക് എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്, ഈ പിതാവിൻ്റെ സ്വഭാവം എന്താണ് എന്നാണ് ഈശോ നമ്മൾക്ക് വെളിപ്പെടുത്തരുന്നത്. ഈശോ തന്നെ പറയും, ഞാനും പിതാവും ഒന്നാണ്, എനിക്കുള്ളതെല്ലാം അവൻ്റേതാണ്, അവൻ്റേതെല്ലാം എൻ്റേതാണ്. അപ്പോൾ ഈശോയെ കാണുന്നവർ യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെ, പിതാവിനെ തന്നെയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അന്തിമമായിട്ടുള്ള ആ ഒരു പോയിൻ്റ് എവിടെയാണ്? കുരിശ് മരണത്തോളം അനുസരിച്ചു എന്നുള്ളതാണ്. ഈശോ അതാണ് നമുക്ക് കാണിച്ചു തന്നത്. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, കുരിശ് മരണത്തോളം അവൻ അനുസരണമുള്ളവനായി.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മകനാണ് ഈ പിതാവിൻ്റെ ഏകമകൻ. ആ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഈ മകനാലാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മകൻ തൻ്റെ തന്നെ രക്തം കൊടുത്ത് നമ്മളെയൊക്കെ വീണ്ടെടുത്തതുപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാനായിട്ട് കഴിയുക എന്നുള്ളത് ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരടിസ്ഥാന ഘടകമാണ്. അതുകൊണ്ട് പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരാൾക്കും എന്നിലേക്ക് വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കർത്താവ് അർത്ഥമാക്കുന്നതാണ്, ഈ പിതാവിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവവിശ്വാസം നിൽക്കുന്നവർക്ക് ഈശോയും തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഇനി ആ പിതാവിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയുന്നതും ഈ ഈശോയിലൂടെ തന്നെയാണ്. കാരണം നമ്മൾ ദൈവത്തെ അറിയുന്നത് ഈശോയിലൂടെയാണ്, ഈശോയുടെ വചനങ്ങളിലൂടെയാണ് ദൈവത്തെ തിരിച്ചറിയുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആകർഷിക്കപ്പെടണം. വീണ്ടും ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ കർത്താവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട്, അത് 14 അധ്യായം 15 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടിയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല, കാരണം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു. ഈ ആത്മാവ് ശിഷ്യന്മാരോടൊത്ത് വസിക്കുന്നു. കർത്താവിനെക്കുറിച്ച് തന്നെ പറയുന്നത്, കർത്താവ് ഈ ശിഷ്യന്മാരോടൊത്ത് വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ത്രിത്വത്തിൻ്റെ ഭൂമിയിലെ സാന്നിധ്യമാണത്. അതുകൊണ്ട് ഈ ആത്മാവ് നിങ്ങളോടൊത്ത് വസിക്കുന്നു. ഈ ആത്മാവാണ് വാസ്തവത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. നിങ്ങളോട് കൂടെ ആയിരിക്കുന്നത് ഈ ആത്മാവാണ്. ഈ ആത്മാവ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലൊരു സഹായകനായിരിക്കും. 26 നോക്കുക. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കർത്താവിൻ്റെ അരൂപി എന്ന് പറയുമ്പോൾ, ആത്മാവെന്ന് പറയുമ്പോൾ, പിതാവ് ആകർഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മളിൽ ഈ ദൈവത്തിൻ്റെ ആ ഒരു ചൈതന്യം, ആത്മാവ് നിലകൊള്ളുക എന്നാണ്. ഈ ആത്മാവ് നിലകൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെയും നമ്മളുടെയും ചിന്തകൾ ഒന്നായിത്തീരും. ആ ചിന്തകൾ ഒന്നായിത്തീരുന്ന അവസ്ഥയിലാണ് കർത്താവ് നമ്മളെ ആകർഷിക്കുന്നു എന്ന് പറയാനായിട്ട് കഴിയുക. ഒരു മരം, ആ മരത്തിൻ്റെ തായ്തണ്ട് അത് മണ്ണിൽ നിന്ന് ജലവും വളവുമൊക്കെ വലിച്ചെടുത്ത് അതിൻ്റെ ശാഖകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ശാഖകളിലേക്ക് കൊടുക്കുമ്പോൾ ശാഖയും തായ്തണ്ടും ഒന്നായിത്തീരുന്നു, ശാഖയിൽ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പിതാവ് ആകർഷിച്ച് നമ്മളെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവിടെ ആ ഈശോയുടെ അനുയായികൾ എന്ന നിലയിൽ നമ്മളിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് നമ്മളോടൊത്തായിരിക്കുമ്പോൾ നമ്മൾ ആ കർത്താവിന് അനുയോജ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം ഇന്ന് നമ്മളിലൂടെയാണ് മറ്റുള്ളവർ അനുഭവിക്കുന്നതെന്ന് ചുരുക്കം. അപ്പോൾ പിതാവ് ആകർഷിച്ച് തന്നിലേക്ക്, ഈശോയിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും ഇപ്രകാരം ഈ ആത്മാവിൻ്റെ ഇരിപ്പിടങ്ങളായി മാറുകയും അവർ ഈശോയുടെ സ്വഭാവത്തിന് യോജിച്ച പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ നടത്തുന്നു, ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. തൻ്റെ അടുത്തേക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വരുന്ന ആളുകളോട് യോഹന്നാൻ പറയുന്നതാണ്, നിങ്ങൾ ഈ പറയുന്ന മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലങ്ങൾ സ്വീകരിക്കുമെന്ന്. ഇതുപോലെ തന്നെയാണ് കർത്താവിലേക്ക് വരുന്ന ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് അതിനനുയോജ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കും. ആ ഫലം കർത്താവിൻ്റെ ആ രക്ഷാകര ദൗത്യത്തിൻ്റെ തുടർച്ച തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ തന്നെയാണ്. ചുരുക്കത്തിൽ കർത്താവ് കൊടുത്ത ആ രക്ഷ ഇന്ന് നമ്മളിലൂടെ സാധ്യമാകണമെങ്കിൽ
നിരന്തരമായിട്ട് നമ്മൾ ഈ ആത്മാവിൻ്റെ ഇരിപ്പിടങ്ങളായിട്ട് രൂപാന്തരപ്പെടണം. പിതാവ് നമ്മളെ ആകർഷിച്ച് കർത്താവിങ്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണം. അതിന് നമ്മൾ പിതാവിനെ തിരിച്ചറിയണം. ആത്യന്തികമായിട്ട് പിതാവിനെ തിരിച്ചറിയുന്നത് ഈ ഈശോയിലൂടെയാണ് താനും. ഇവിടെ നമ്മളുടെ ഈ ക്രൈസ്തവ അസ്തിത്വത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടി വരും. പിതാവിനെ തിരിച്ചറിയാൻ, നമ്മൾ ഈ ഈശോയിലേക്ക് ആകർഷിക്കപ്പെടാൻ, ആത്മാവിൻ്റെ ഇരിപ്പിടങ്ങളാകാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമാണ് വരുന്നത്. നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവ ജീവിതം എടുത്ത് നോക്കുക. കുറേയധികം അനുഷ്ഠാനങ്ങൾ, അത് നമ്മളെ ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് പ്രാപ്തരാക്കുന്നുണ്ടോ എന്ന് നമുക്ക് സ്വയം ചോദിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളിപ്രകാരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിലൂടെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടങ്ങൾ, ആലയങ്ങളായി രൂപാന്തരപ്പെടുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും പിതാവിനെ തിരിച്ചറിയുന്നുണ്ടോ? പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ട ഒരാവശ്യമുണ്ട്. നമുക്ക് ഒരുപക്ഷേ ഈ ഇസ്രായേൽക്കാർക്ക് പറ്റിയ മണ്ടത്തരം പറ്റിയോ എന്ന് എൻ്റെ മനസ്സിലൂടെ ചിലപ്പോൾ കടന്നു പോകാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾക്ക് രാഷ്ട്രീയമായിട്ട് സാമുദായികമായിട്ടുള്ള ചില അവകാശങ്ങൾ കിട്ടാനുള്ള ഒരു സംവിധാനമായിട്ട് നമ്മുടെ ഈ സഭാസമൂഹത്തെ നമ്മൾ കാണുന്നുവോ? അങ്ങനെയെങ്കിൽ രക്ഷകൻ വരുമ്പോൾ, മിശിഹ വരുമ്പോൾ തങ്ങൾക്കൊരു സാമ്രാജ്യം കിട്ടുമെന്നും ജെറൂസലം പട്ടണത്തെ പുതുക്കിപ്പണിയുമെന്നും, അല്ലെങ്കിൽ അതുപോലെ ഒരു ആഗോള ഗവൺമെൻറ് ജെറൂസലത്ത് ഇസ്രായേൽക്കാർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെടുമെന്നും ഒക്കെ ചിന്തിച്ച ആ പഴയ നിയമകാലത്തെ യഹൂദന്മാരിൽ നമുക്ക് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടി വരും. ശരിയാണ്, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. അങ്ങനെ ഒരു ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു സമ്മർദ്ദക ശക്തിയായി നമ്മൾ നിലകൊള്ളണമെന്നൊക്കെ. പക്ഷേ അത് യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ ഒരു രക്ഷാകര ദൗത്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. സമ്പത്ത് വീതം വെക്കുന്നതിനെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ചെറുപ്പക്കാരനോട് കർത്താവ് പറയുന്നത് എന്താണ്? ആരാണ് ഈ കാര്യത്തിലൊക്കെ എന്നെ ഏൽപ്പിച്ചത്? എന്നെ ഈ സാമ്പത്തികമായ കാര്യങ്ങൾ അല്ലല്ലോ ഏൽപ്പിച്ചത്. ഇവിടെ ഒരു സന്ദേശം കർത്താവ് തരുന്നില്ലേ എന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. നമ്മൾ അവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, അതോ മറ്റ് വല്ലയിടത്തുമാണോ എന്ന് എൻ്റെ ചിന്തയിലേക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ കടന്നു വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ ഭൗതികമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു പോയാൽ മറ്റുള്ളവരും നമ്മളും തമ്മിൽ വ്യത്യാസങ്ങൾ ഒന്നും ഇല്ല എന്ന് വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ സ്ഥാപനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മുടെ ശുശ്രൂഷകളെക്കുറിച്ചുമൊക്കെ മറ്റുള്ളവരൊരു പക്ഷേ കുറ്റം പറയാൻ ഇടയാകുന്നത്. മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? എന്താണ് വ്യത്യാസം? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിന് പോയി. പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതാണ്. അന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ചില കാര്യങ്ങൾ ഇതാ. ഞാൻ പറഞ്ഞു, എന്താണ് നമ്മുടെ ഒരു ക്രൈസ്തവ സ്കൂള് വിദ്യാലയവും മറ്റുള്ളവരുടെ വിദ്യാലയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ വ്യത്യാസം എന്ന് പറയുന്നത് പ്രകടമായിട്ട് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഈ കുട്ടികളുടെ രൂപീകരണത്തിൽ ഉണ്ടാകണം. അതെന്താണ്? അതിവിടെ ഗാന്ധിജി 1925 യങ് ഇന്ത്യയിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യക്കാരുടെ ജീവിതത്തിലെ സ്വഭാവത്തിലുള്ള 7 പാപങ്ങളെക്കുറിച്ച്, തിന്മകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഈ നോളജ് എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടർ. നോളജ് വിത്തൗട്ട് ക്യാരക്ടർ. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വഭാവത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടന്നു വരുന്ന റാഗിങ് എടുത്ത് നോക്കുക. നമുക്ക് നല്ല അറിവുണ്ടാകും, പക്ഷേ ഈ ക്യാരക്ടർ ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ ഈ ക്യാരക്ടർ നല്ലതാക്കുന്ന ഒരു പ്രക്രിയ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. കേവലം ഒരു ഭൗതികമായിട്ടുള്ള
ഉന്നമനത്തിന് വേണ്ടി ഒരു വിദ്യാഭ്യാസം കൊടുക്കുകയല്ല, ആരോഗ്യം കൊടുക്കുകയല്ല, നേരെ മറിച്ച് ക്യാരക്ടർ ഉള്ളവരാക്കി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ഈശോയിലായിരിക്കുമ്പോൾ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒന്ന്, നമ്മളിൽ ഈ ക്യാരക്ടർ ഉണ്ടാവണം. രണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ ആ ക്യാരക്ടർ സൃഷ്ടിക്കപ്പെടാനുള്ള തരത്തിലുള്ളതായി മാറണം എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഇപ്രകാരമുള്ള ഭൗതിക വാദഗതികളിൽ ഒതുങ്ങി നിൽക്കാനായിട്ട് കഴിയുകയില്ല. നമുക്കൊരുപാട് നഷ്ടങ്ങളുണ്ടാകും. ഈ നഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. നഷ്ടങ്ങളുണ്ടാകും. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ പ്രതി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറുള്ളവർക്കേ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അതുകൊണ്ട് ഈ തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ ക്രൈസ്തവർ, കത്തോലിക്കർ പ്രത്യേകിച്ച് കടന്നു ചെല്ലാനായിട്ടുള്ളൊരു കടപ്പാടുണ്ട്. അത് നമ്മുടെ എല്ലാ പ്രവർത്തന രംഗങ്ങളിലും ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും, യഥാർത്ഥത്തിൽ പിതാവിനെ നമ്മൾ തിരിച്ചറിഞ്ഞു, പിതാവ് നമ്മളെ ആകർഷിച്ചു, ആ ആകർഷിച്ചതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നു, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ ആ മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുവെന്ന്, അങ്ങനെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു കത്തോലിക്ക സമൂഹം, ഒരു സഭയ്ക്കാണ് ഇന്ന് ഈ ലോകത്തിൽ പ്രസക്തി ഉണ്ടായിരിക്കുന്നത്. സഭ എന്ന് പറയുന്നത് കേവലം സഭാ നേതൃത്വമല്ല, നേരെ മറിച്ച് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഈ സഭയ്ക്ക് ഇനി ഈ ലോകത്തിൽ പ്രസക്തി ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഒരു സഭയായിട്ട്, ഒരു സമൂഹമായിട്ട് രൂപാന്തരപ്പെടണം. ആദിമ ക്രൈസ്തവ സഭയിലെ അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നത്, മറ്റുള്ളവർ പറഞ്ഞിരുന്നത് കണ്ടോ അവരുടെ പരസ്പര സ്നേഹം എന്നുള്ളതാണ്. ഇതൊക്കെ ഇന്ന് നമ്മുടെ സഭയിൽ അസ്തമിച്ചു പോയില്ലേ? നമ്മൾക്ക് പരസ്പര സ്നേഹമില്ല, പിന്നെ നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? അതുകൊണ്ട് നമ്മൾ ഈ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിൽ ഈ സഭാസമൂഹത്തിൽ ജീവിക്കാനായിട്ട് ഉള്ള ശക്തി ഉള്ളവരാകട്ടെ. അതിനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.